20കാരന്റെ ജീവനെടുത്ത പരസ്യ ചിത്രീകരണത്തിൽ ഇനിയും ആശയക്കുഴപ്പങ്ങൾ പൂർണ്ണമായും നീങ്ങിയിട്ടില്ല. പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ വീഡിയോഗ്രാഫറായ ആൽവിൻ എന്ന യുവാവ് കാറിടിച്ച് മരിച്ച സംഭവത്തിൽ ഇടിച്ച വാഹനം ഏതെന്ന കാര്യത്തിലാണ് ആശയക്കുഴപ്പം. ഇടിച്ചത് ഡിഫൻഡർ കാറാണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. എന്നാൽ ഇത് പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചതാണെന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ ബെൻസാണ് ഇടിച്ചതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വാദം. രണ്ട് വാഹനങ്ങളുടെയും ഡ്രൈവർമാരെ ചോദ്യം ചെയ്തെങ്കിലും ഇടിച്ച വാഹനം ഏതെന്ന് സ്ഥിരീകരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഇന്നലെ രാവിലെയാണ് കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ വാഹനമിടിച്ച് വടകര കടമേരി സ്വദേശി ആൽവിന് ദാരുണാന്ത്യം സംഭവിച്ചത്. വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ കൂട്ടത്തിലുള്ള വാഹനം ഇടിച്ചാണ് അപകടമുണ്ടായത്. കോഴിക്കോട് ബീച്ച് റോഡിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് രാവിലെ 7:30യോടെയായിരുന്നു അപകടം. ആൽവിൻ മുൻപ് ജോലി ചെയ്തിരുന്ന ഓട്ടോമോട്ടീവ് സ്ഥാപനത്തിന് വേണ്ടി പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. വടകര കടമേരി തച്ചിലേരി താഴിക്കുനി സുരേഷിന്റെയും ബിന്ദുവിന്റെയും ഏക മകനാണ് ആൽവിൻ. രാവിലെ 7:30യോടെ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപമായിരുന്നു അപകടം. രണ്ട് കാറുകൾ സമാന്തരമായി അതിവേഗത്തിലെത്തുന്ന രംഗം റോഡിന്റെ മധ്യഭാഗത്ത് നിന്ന് ആൽവിൻ ചിത്രീകരിക്കുകയായിരുന്നു. കാറുകൾ ആൽവിന്റെ തൊട്ടു മുന്നിലെത്തുമ്പോൾ നിർത്താനായിരുന്നു നിശ്ചയിച്ചത്. എന്നാൽ കാറുകളുടെ അതിവേഗം കണ്ട ആൽവിൻ റോഡിന്റെ വശത്തേക്ക് മാറുമ്പോൾ ഇടിച്ചിടുകയായിരുന്നു. കാറിലുണ്ടായിരുന്നവർ ഉടൻ തന്നെ ആൽവിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉച്ചയോടെ മരണം സംഭവിച്ചു. സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉടമയുടെയും ബന്ധുവിന്റെയും വാഹനമാണ് വീഡിയോ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചത്. പിന്നീട് ഇരു കാറുകളും വെള്ളയിൽ ഇൻസ്പെക്ടർ ബൈജു കെ ജോസ് കസ്റ്റഡിയിലെടുത്തു. രണ്ട് ഡ്രൈവർമാരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാത്രി മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിലെത്തി കാറുകൾ പരിശോധിച്ചു. കാറുകളിൽ ഒന്ന് തെലങ്കാന രജിസ്ട്രേഷനിൽ ഉള്ളതാണ്. ഇതിന്റെ ഇൻഷുറൻസ് പുതുക്കിയിട്ടുമില്ല. സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പോലീസ് കേസെടുത്തത്. വിദേശത്തായിരുന്ന ആൽവിൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അടുത്തിടെയാണ് നാട്ടിലെത്തിയത്. അതിനിടെയാണ് ദാരുണാന്ത്യം. ഇതിനിടെ CCTV ദൃശ്യങ്ങളും ആൽവിന്റെ മൊബൈലും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഒരാഴ്ച മുൻപാണ് ആൽവിൻ ഗൾഫിൽ നിന്നെത്തിയത്. 2 വർഷം മുൻപ് ആൽവിന് കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. കുറച്ചു നാളുകളായി വിദേശത്താണ് ജോലി ചെയ്ത് വന്നിരുന്നത്. 6 മാസം കൂടുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി നാട്ടിലെത്തിയതായിരുന്നു. ഈ സമയത്താണ് കോഴിക്കോട് വീഡിയോ പ്രൊമോഷൻ ചിത്രീകരണത്തിന് എത്തിയതെന്നും അയൽവാസി പറഞ്ഞു. അതേസമയം സംഭവത്തിൽ കൂടുതൽ നടപടികൾക്കൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. വീഡിയോ ചിത്രീകരണത്തിന് ഉപയോഗിച്ച വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കാൻ ഉടമസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. വീഡിയോ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ബെൻസ് കാറും ഡിഫൻഡർ കാറും പോലീസ് കസ്റ്റഡിയിലാണ്. കാറുകളുടെ രേഖകൾ ശരിയാണോ എന്ന് പരിശോധിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. തുടർ നടപടികൾ എന്താണെന്നുള്ളത് പരിശോധനകൾക്ക് ശേഷം തീരുമാനിക്കും. അതേസമയം 2 ഡ്രൈവർമാരുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ആൽവിനെ ഇടിച്ചത് ബെൻസ് കാറാണെന്നാണ് MVDയുടെ കണ്ടെത്തൽ. 2 വാഹനങ്ങളുടെയും രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാൻ നീക്കമുണ്ട്. അതേസമയം ആൽവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ബീച്ച് ആശുപത്രിയിൽ നടക്കും. ഒരു വശത്ത് കടലായതിനാൽ വാഹനങ്ങളുടെ റീൽ എടുക്കുന്നവരുടെയും വിവാഹ ഫോട്ടോ എടുക്കുന്നവരുടെയും ഒക്കെ ഇഷ്ട സ്ഥലമാണ് കോഴിക്കോട് ബീച്ച് റോഡ്. ഈ ഭാഗത്ത് വാഹനങ്ങൾ അപകടകരമായ രീതിയിൽ ഓടിച്ച് റീൽസ് നിർമ്മിക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. അതിരാവിലെ ബൈക്ക്, കാർ, ജീപ്പ് തുടങ്ങിയ വാഹനങ്ങളുമായി എത്തി റീൽസ് ഷൂട്ടും ചെയ്യുകയാണ്. വാഹനങ്ങൾ പല വിധത്തിൽ അപകടകരമായി വേഗത്തിലും ഓടിച്ചൊക്കെയാണ് റീൽസ് നിർമ്മാണം. അതിനിടയിൽ ആളുകൾ നടന്നു പോകുന്നതും മറ്റും വാഹനങ്ങൾ പോകുന്നതുമൊക്കെ ആരും ശ്രദ്ധിക്കാറില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.